യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പൊ ഞാനായി കുറ്റക്കാരി. കേൾക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ മാത്രം എടുക്കാനാവണ്ട. എന്റെ പൊന്നു സിന്ധു, പുതിയതായി വന്ന വേലക്കാരി കൊള്ളാം അല്ലേ ചേച്ചി? അവള് വന്ന ഉടനെ ഡ്യൂട്ടി ഏറ്റെടുത്തു. ചൂലും കൊണ്ട് മേപ്പോട്ട് പോയിട്ടുണ്ട്. എനിക്കെന്തോ മൈഥിലി ആകെ ഒരു ഡൗട്ട്. എന്താ ചേച്ചി? അല്ല, പെട്ടെന്നിങ്ങനൊരു വേലക്കാരി കയറി വരാന്നൊക്കെ പറഞ്ഞാ, അതും അമ്മ പറഞ്ഞു പറഞ്ഞു. ഇത്രയും കാലം അമ്മ ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ വേലയ്ക്കൊരാളെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോ കാശിക്ക് പോയപ്പോ മനമാറ്റം ഉണ്ടായതാണെങ്കിലോ? മരുമക്കളോട് വല്ല പ്രത്യേക സ്നേഹവും തോന്നിക്കാണും. അതൊക്കെ നമ്മുടെ ഊഹങ്ങളല്ലേ. എന്തോ എനിക്കാകെ ഒരു ദഹിക്കായിക. അവളുടെ വരവിന് പിന്നിൽ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചൂലും കൊണ്ട് അവൾ എങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ? മുകളിലേക്ക് ചേച്ചി. ഏതായാലും നീ പോയൊന്ന് നോക്ക്. കള്ളന്മാർ ഓടി നടക്കുന്ന കാല. ആർക്കറിയാം ആരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന്. ചേച്ചി പറഞ്ഞപ്പോഴാ ഞാനും ആലോചിച്ചത്. അവൾക്ക് എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. സിന്ധു 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 സിന്ധു, ഞാൻ വേണം നിന്റെ കാല് പിടിക്കാം. മോളെ, ദയവ് ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോണം. ഇപ്പൊ സൗകര്യമില്ല. സിന്ധു, നോക്കിക്കോ, നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ആത്മഹത്യ. അത് വേണ്ടി വരില്ല. എന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കില് ഞാൻ നിങ്ങളെ കൊല്ലും. സിന്ധു, നിങ്ങൾക്കറിയാലോ എന്റെ ഏട്ടനെ. കോളനി വിറപ്പിക്കുന്ന തെമ്മാടിയാ. ഞാൻ കൈയും കാലും പിടിച്ചതുകൊണ്ടാ ഏട്ടൻ ഈ നാടകത്തിന് കൂട്ടുവയ്ക്കുന്നത്. എടി മോളെ, ആ കമലാക്ഷി സുനീഷും അവരെങ്ങാനും ഇവിടെ നിന്നെ കണ്ട എന്ത് ചെയ്യും നമ്മള്? അതിനവരിവിടെ വരില്ലല്ലോ, ശത്രുക്കളല്ലേ. അത് അജയേട്ടാ, അജയേട്ടാ, തകർന്നു തകർന്നു. അജയേട്ടാ, വാതിൽ തുറക്ക്. അജയേട്ടാ, ചെയ്യൂടി? എനിക്കെങ്ങനെ അറിയാം? അജയേട്ടാ, വാതിൽ തുറക്ക. അജയേട്ടാ, 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 ഇത് തുറന്നു പോയാലോ? അജയേട്ടാ, വാതിൽ തുറക്ക്. എന്താ ഇത്ര താമസം? വാതിൽ തുറക്ക്. അജയേട്ടാ,
ചേട്ടാ വാതിൽ കുറ്റിയിട്ടത്? ആ ഓ ആ ഇങ്ങോട്ട് മാറി നിൽക്ക്. കളി അത് ഇത് ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കേ. എക്സസൈസോ? ആ അജേട്ടൻ എപ്പോ തുടങ്ങി നല്ല ശീലങ്ങളൊക്കെ? അത് ഇന്നലെ അല്ല ഇന്ന് ഇപ്പൊ തൊട്ട് കുറച്ചു മുമ്പ്. ആ തൊട്ടടി. അത് പിന്നെ പാട്ട് പാടിയാലോ? എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ അജേട്ടൻ എന്തിനിങ്ങനെ വെപ്രാളം പിടിക്കുന്നേ? വെപ്രാളോ? എന്ത് വെപ്രാളം? എന്റെ മുത്തിന് ചുമ തോന്നുന്നതല്ലേ. ഞാൻ ഈ എക്സർസൈസ് ചെയ്തില്ലേ, അതിന്റെ കിതക്കുന്നതാ. കണ്ടില്ലേ മസില്. എന്നാ പിന്നെ ഏട്ടൻ എക്സസൈസ് ചെയ്തോ, ഞാൻ കുളിച്ചിട്ട് വരാം. അയ്യോ എന്താ ചേട്ടാ? എന്തൊന്നുമില്ല, ഒന്നും ഇല്ലടി. നീ ഇപ്പൊ കുളിക്കണ്ടെന്ന് പറയാൻ വന്ന. എന്താ കുളിച്ചാ? ഈ നേരത്ത് കുളിച്ചാലേ എന്റെ കൊച്ചിന് പനി വരും. ഞാനെന്നും ഈ നേരത്താണല്ലോ കുളിക്കുന്നത്. ഇനി മുതൽ അത് വേണ്ട. നമ്മൾ വേണ്ടേ നമ്മുടെ ആരോഗ്യം നോക്കാൻ? എന്റെ മൈഥിലിക്കുട്ടിക്ക് വേണ്ടിട്ടല്ലേ ഞാൻ എക്സർസൈസ് ഒക്കെ തുടങ്ങിയത്. എന്തിനാ? ആരോഗ്യം സംരക്ഷിക്കാൻ. ഞാൻ എന്റെ ആരോഗ്യം മാത്രം നോക്കിയാ പോരല്ലോ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ മുത്തേ? ഉണ്ടോടി. ഇങ്ങോട്ട് നോക്ക്. ഈ ചേട്ടൻ്റെ ഒരു കാര്യം, നന്നായ മനുഷ്യൻ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കോ? പിടിക്കും, എനിക്ക് പിടിക്കും. നീ എന്ന് പറയുന്ന ഭ്രാന്ത്. എനിക്ക് നിന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം തോന്നും മൈഥിലി. ഇങ്ങടുത്ത് വന്നേ. കെട്ടി പിടിക്കട്ടെ ഞാൻ. മൈഥിലിക്കുട്ടി അജേട്ടാ, അവിടെ കിടക്കടി എന്റെ പഞ്ചാ. എന്താ ചേട്ടാ ഇത്? അങ്ങോട്ട് നോക്കടി. ഐ ലവ് യു മുത്തേ. അജേട്ടാ വിട്. ഞാൻ വിടൂല, ഞാൻ വിടൂല, ഞാൻ വിടൂല. അജേട്ടാ, ഞാൻ ആകെ വേർത്ത് കുളിച്ചിരിക്കുക. നിന്റെ വേർപ്പിന് മുല്ലപ്പൂവിന്റെ മണവാ. ഇങ്ങനെ ചേർന്ന് നിൽക്കേ. അങ്ങോട്ട് നോക്കുന്നത്. കെട്ടിപ്പിടിച്ച് മരണം നിൽക്കാം. ഓ ഇരിക്കും. അവിടെ കിടക്കും. നമുക്കിങ്ങനെ അങ്ങ് നിന്നാലോ?